അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ ലിന്നിന്റെ കൈ ഓക്കെ ആയിരിക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ആ ഒരു സന്തോഷം ഇവളെ യുവിനെ വന്ന് അറിയിക്കുന്നു. എന്റെ കൈ പഴയതുപോലെ സ്ട്രോങ് ആയി എന്ന് പറഞ്ഞ് ഓരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ യുവും ശരി ശരി നീ എന്തായാലും ഇനിയും 3 മാസം നല്ലതുപോലെ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഒരു ഫ്രണ്ട് ഇവനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത് കൊണ്ട് തന്നെ ഇവളെയും ഇവൻ ഫുഡ് കഴിക്കാനായിട്ട് ക്ഷണിക്കുന്നു. സോ ഇവര് ക്യാൻറ്റീനിൽ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഡോക്ടറിനെയും യുവിന്റെ കൊളീഗ് ഇവരോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നു. ആ ഒരു ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ യുവിനോടും അതുപോലെ തന്നെ യുവും അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ലിന്നിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അപ്പൊ ഈ ഒരു ജൂനിയർ ഇവളോട് അല്ല നിങ്ങളും ഡോക്ടറാണോ, ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അല്ലല്ല ഞാൻ ഡോക്ടറല്ല, ഞാൻ ഇവിടുത്തെ പേഷ്യന്റ് ആണ്, ഞാൻ മേക്കപ്പിന്റെ പ്രോഡക്ട്സ് ഒക്കെ സെൽ ചെയ്യുന്ന ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ ജൂനിയറിന് വലിയ സന്തോഷമാവുന്നു. അവള് നല്ല രീതിയിൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഷോയാണെങ്കിൽ ഹോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കാണ് എങ്കിൽ പോലും വളരെ നല്ല രീതിയിലാണ് നോക്കുന്നത്. അതിനുശേഷം ഇവളാണെങ്കിൽ അവിടെ ഇരുന്ന് ഫോണിലെ വീഡിയോസ് ഒക്കെ കണ്ട് ചിരിച്ച് ഇരിക്കുമ്പോൾ ഇവനാണെങ്കിൽ വലിയ പ്രയാസപ്പെട്ടാണ് ഈ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന് ഇവളോട് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ഒരു ഇത് കാരണം ചോദിക്കാനാവുന്നില്ല. ഈ ഒരു ബുക്ക് വായിച്ച് നല്ല രീതിയിൽ ബോറടിച്ചിരിക്കുകയാണ്. സോ ഷോയാൻ ഇവന്റെ കാര്യങ്ങളും മനസ്സിലാക്കി ഇവനോട് നിനക്ക് TV കാണണോ അതോ ഗെയിം കളിക്കണോ എന്ന് ചോദിക്കേണ്ട താമസം ഇവൻ ഗെയിം കളിക്കണം എന്ന് പറയാണ്. അപ്പൊ ഇവളും ശരി അരമണിക്കൂർ മാത്രം ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും ഓക്കെയാണ് എന്ന് പറയുന്നു. അതിനു മുന്നേ ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ ഇവൻ ആ ഒരു ഹോഴ്സ് റൈഡിംഗ് നടത്തിയ സമയത്ത് ഇവള് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നല്ലോ. സോ അത് ഇവനെ കാണിക്കുന്നു. അപ്പൊ ഇവനും ഇത് നിങ്ങൾ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അതെ, ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിനക്ക് നിന്റെ മിസ്റ്റേക്സ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാലോ, അതുകൊണ്ട് വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞ് അവന് ഇഷ്ടപ്പെട്ട ചാമ്പ്യനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇവനും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കേൾക്കുന്നത്. ഇവൾക്ക് ഹോഴ്സ് റൈഡിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല എന്നാണ് ഇവൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവള് ഒന്നുമില്ലെങ്കിലും ഒരു ജേർണലിസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവനും ഒരുപാട് ഇഷ്ടപ്പെടാണ്. ഇവളോടുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കുറേശ്ശെ കുറഞ്ഞു വരുന്നു. അതിനുശേഷം അന്ന് നൈറ്റ് ആണെങ്കിൽ ഹോമിങ് എത്തുമ്പോൾ ഹോസ്റ്റൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഷോയാനും ഞാൻ അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, അവൻ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഹോമിങ്ങിനോട് ഇവള് ഇന്ന് ഹോസ്റ്റൻ ഹോഴ്സ് റൈഡിങ്ങിന്റെ സമയത്ത് വീണത് അറിയാതെ സംഭവിച്ചൊരു ആക്സിഡന്റ് അല്ല, അവൻ മനഃപൂർവ്വം തന്നെ വീണതാണ് എന്ന് പറഞ്ഞ് ഇവള് ആ ഒരു വീഡിയോ ഇവന് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ ഹാമിങ്ങും ഷോക്കായി ഇവൻ എന്തിനാ ഇത് മനഃപൂർവ്വം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അവന്റെ ചേട്ടന്റെയും അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി നിങ്ങൾ അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ അവനെ പോലെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ഫോണിനേക്കാളും പൈസയെക്കാളും പദവിയെക്കാളും ഒരുപാട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സമയമാണ്. സോ അവൻ അവനെ കൊണ്ടാവുന്നത് പോലെ അത് പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിച്ചു. അതാ ഇപ്പൊ സംഭവിച്ചത്. നിങ്ങൾ എന്തായാലും അച്ഛനോട് അമ്മയോട് സംസാരിച്ച് അവനോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറയണം. അബ്രോഡ് വിടുന്ന കാര്യമൊന്നും ഇപ്പൊ ആലോചിക്കണ്ട, അവൻ അങ്ങോട്ട് പോയാൽ ഒട്ടും ശരിയാവില്ല. അവന് ഇവിടെ എല്ലാരോടൊപ്പം നിൽക്കുന്നതാണ് സന്തോഷം നൽകുന്നതെങ്കിൽ നിങ്ങൾ അത് വേണം അവന് ചെയ്തു കൊടുക്കാൻ എന്ന് പറയുമ്പോൾ ഹോമിങ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ എന്തായാലും വേണ്ടത് ചെയ്തോളാം എന്ന് പറയുന്നു. ഷോയാൻ ലൈഫിൽ ഇതുപോലെ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ. അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സ്നേഹം ഒരുപാട് വേണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ ഇവളെ ഒരിക്കലും അവരെ മനസ്സിലാക്കിയിട്ടില്ല. അത് തന്നെയാണ് ഇപ്പൊ ഹോഷനും അനുഭവിക്കുന്നതെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഹോമിങ്ങിനോട് അവളെ സംസാരിക്കുന്നത്. പക്ഷേ ഷോയാൻ ഹോഷന് വേണ്ടി സംസാരിക്കുന്നതെല്ലാം തന്നെ ഇവൻ കേൾക്കുന്നുണ്ട്. ഇവൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ ലിൻ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ജോലിക്ക് ഇന്റർവ്യൂവിനായിട്ട് എത്തിയിരിക്കുകയാണ്. കാരണം ഇവൾക്ക് ഇപ്പോ യുവിനോട് ഒരു ക്രഷും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. സോ ഇവള് അത് അവനോട് പറയേണ്ടി വന്നാലും ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് ഇവൾക്ക് ഓക്കെ ആക്കണം. അവനൊരു ഡോക്ടറാണ്, അവനോട് അത്രയും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കണം എന്ന് ഇവൾക്ക് ഇപ്പൊ മനസ്സിലാവുകയാണ്. വേറെ ഒരു സെയിൽസ് ഗേൾ ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവളിപ്പോ ഇന്റർവ്യൂവിനായിട്ട് എത്തുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവള് ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും ഇവളുടെ പെർഫോമൻസും ഒക്കെ തന്നെ ഇവർക്കും ഒരുപാട് ഇഷ്ടമാകുന്നു. ആ ഒരു ജോലി ഇവൾക്ക് കിട്ടും എന്ന് തന്നെയാണ് ഇവൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവളുടെ ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമായി കണ്ടാണ് അവര് ഇവളെ ഒഴിവാക്കുന്നത്. സോ അവരുടെ ആ ഒരു സംഭാഷണം ലിൻ കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇവളുടെ ആ ഒരു പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെടുകയാണ്. സോ ഇവള് ഇപ്പോ അത്ര നല്ല മൂഡിലല്ല, നല്ല വിഷമത്തിലാണ്. ഇവളുടെ എഡ്യൂക്കേഷൻ ആണല്ലോ ഇവളുടെ പ്രശ്നമായിട്ട് ഇപ്പൊ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവളെ യുവിനെ വന്ന് കണ്ട് ഇവളുടെ കരിയറിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഒന്നുകൂടെ പഠിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ യുവിനും വളരെ സന്തോഷമാവാണ്. അവൻ ഇവളുടെ ആ ഒരു തീരുമാനത്തെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവളോട് നീ ഏത് വിഷയം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇപ്പോ സെയിൽസും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇവള് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മാർക്കറ്റിംഗിലാണ് ഡിഗ്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാനിപ്പോ നിന്നെ കാണാൻ വന്നതിന്റെ ഉദ്ദേശം അങ്ങനെ മാർക്കറ്റിംഗ് എടുത്തു കഴിഞ്ഞാല് അതിൽ മാത്സ് വരുന്നുണ്ട്. ഞാൻ ആ ഒരു വിഷയത്തില് ഒട്ടും ഓക്കെ അല്ല, ബാക്കിയൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യിക്കാം. അതുകൊണ്ട് എനിക്ക് നീ ഒന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു തരാൻ പറ്റോ എന്ന് ചോദിക്കാണ്. അതായത് ഇവൻ ആ ഒരു വിഷയത്തില് ബുജ്ജിയാണ്. പക്ഷെ അത് കേട്ട് ഇവൻ ആദ്യം ഓക്കെ പറയുന്നില്ല. ഇവനെ പഠിപ്പിച്ച ശീലം ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇവളെ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ ഇവന് നോ പറയാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കാന്ന് സമ്മതിക്കുന്നു.
ഇവൾക്കും ഒരുപാട് സന്തോഷമാവാണ്. അതിനുശേഷം ഇവിടെ പിറ്റേന്ന് ഷൂയാനാണെങ്കിൽ ഇവനുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവന് ബോറടിക്കുമ്പോൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ടോയ്സ് ഒക്കെ ആയിട്ടാണ് എത്തിയത്. സോ ഇവന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവളെടുത്ത് കൊടുക്കുമ്പോൾ ഇവൻ ഇവളോട് താങ്ക്സ് ചേച്ചി എന്ന് പറയാണ്. അപ്പൊ അത് കേട്ട് ഇവള് നീ ഇപ്പൊ എന്താ വിളിച്ചത് എന്ന് ചോദിക്കുന്നു. ഇവനിവളെ നീ എന്നും നിങ്ങളെന്നും പേരും ഒക്കെ തന്നെയാണല്ലോ വിളിച്ചുകൊണ്ടിരുന്നത്, ഒരു ബഹുമാനവും കൊടുക്കാതെ. അപ്പോ ഹോഷൻ ഇവളോട് ഇവൻ ചെയ്തു പോയ തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുന്നു. ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കില്ല, ഞാൻ കുറച്ചധികം റൂഡായിട്ടാ പെരുമാറിയത്, ഇപ്പോ ഞാനതിൽ ഖേദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ എന്താ പറ്റിയതെന്ന് മനസ്സിലാവുന്നില്ല. എങ്കിലും തെറ്റുകൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവര് വളരെ ഹാപ്പി ആവുന്നു. അപ്പോ ഇവൻ എന്നെ അബ്രോഡ് പറഞ്ഞയക്കില്ലെന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അതെ അതെ സത്യം തന്നെയാണ്, ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്, പക്ഷേ നീ ഞാൻ പറയുന്നത് പോലെയൊക്കെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ ഇവനും ഡീല് പറയാണ്. അതിനുശേഷം പാരന്റ്സ് ആണെങ്കിൽ ഹോച്ചനെ വന്ന് കണ്ടിട്ട് പെട്ടെന്ന് അവർ അവരുടേതായ ജോലികളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഷൂയൻ ആണെങ്കിൽ ഇവരെ തടഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്നൊരു ദിവസത്തേക്ക് ഹോച്ചനോടൊപ്പം നിൽക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവര് ഇല്ല ഞങ്ങൾ ഭയങ്കര ബിസിയാണ്, അവിടെ പോകണം, മീറ്റിംഗ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് വീണ്ടും പോകാൻ തുടങ്ങുമ്പോൾ ഇവള് ഹോച്ച വരച്ചിട്ടുള്ള ഡ്രോയിങ്സ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിലെ ഫസ്റ്റ് ഡ്രോയിങ് കാണുമ്പോൾ ഇവൻ എന്ത് നന്നായിട്ട് ഇതൊക്കെ വരച്ചിരിക്കുന്നത്, എന്ത് ക്രിയേറ്റിവിറ്റി ആണ് എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അപ്പോ ഷൂയാൻ ഇത് നമ്മൾ അവനെ കാണുമ്പോൾ വരയ്ക്കുന്നത്, പക്ഷെ അവൻ അവന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന മറ്റൊരു ഒറ്റപ്പെടലുണ്ട് എന്ന് പറഞ്ഞ് അവൻ വരച്ചിട്ടുള്ള മറ്റു ചിത്രങ്ങളെ കാണിച്ചു കൊടുക്കുന്നു. അതിലാണെങ്കിൽ അവനൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് വരച്ചേക്കുന്നത്. അത് കണ്ട് ഇവര് ഷോക്ക് ആവുന്നു. സോ അവന് 12 വയസ്സാണ് പ്രായം. ഈ ഒരു സമയത്ത് നിങ്ങൾ അവനോടൊപ്പം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അതാണ് അവൻ മറ്റെന്തിനേക്കാളും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നേരിട്ട് കൊടുക്കേണ്ട പരിഗണനയും കരുതലും ഒക്കെ ഒരിക്കലും ഒരു ഗിഫ്റ്റിനും ടെക്സ്റ്റ് മെസ്സേജിനോ ഫോൺ കോളിനോ ഒന്നും നൽകാനാവില്ല എന്ന് പറയുമ്പോഴാണ് ഇവർക്കും ഇവരുടെ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാവുന്നത്. ഇവരെപ്പോഴും ബിസി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അവനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. സോ ആ ഒരു കാര്യം ഇവർക്ക് മനസ്സിലാവുന്നു. സോ ഷോയാൻ അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഇവര് 3 പേരും അവരുടെ ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം ക്യാൻസൽ ചെയ്ത് ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഹോഷനോടൊപ്പം ഉള്ളത്. അവനോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നു. ഹോഷനും അതുപോലെ തന്നെ ഹോമിങ് ഒക്കെ വളരെ ഹാപ്പി ആവുകയാണ്. ഹോമിങ് പറഞ്ഞാലൊന്നും അവന്റെ പാരന്റ്സ് കേൾക്കില്ലായിരുന്നു, പക്ഷെ ഷൂയാൻ ഇതിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ ഇവന് വളരെ സന്തോഷമാവുകയാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോ ഹോമിങ് ഷൂയാന് പുതിയൊരു കാർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാണ്. അത് കണ്ട് ഇവള് എനിക്കിപ്പോ കാറിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു, ഇത്രയും വലിയ കാറൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഹോമിങ് നീ ഇപ്പോ ഒരു ന്യൂസ് ആങ്കർ ആണ്, അതുകൊണ്ട് തന്നെ സ്വന്തം കാറിൽ സഞ്ചരിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നും അല്ല, നിനക്ക് വേണ്ട കാര്യം തന്നെയാണ് ഇത്. അത് മാത്രമല്ല നീ എന്റെ ഫാമിലിയെ വളരെ നല്ല രീതിയിലാണ് ടേക്ക് കെയർ ചെയ്യുന്നത്, ഞങ്ങളുടെ സന്തോഷം നിലനിർത്തുന്നത് എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് എന്റെയും കൂടിയല്ലേ എന്ന് പറയുമ്പോഴും ഹോമിങ് ആ ഒരു ഗിഫ്റ്റ് ഇവളെ ഏൽപ്പിക്കാണ് വളരെ സന്തോഷത്തോടു കൂടി. ഇവൾക്കും ഒരുപാട് സന്തോഷമാവുന്നു. പക്ഷെ ഹോമിങ് അവിടെ നിന്ന് പോയതിനു ശേഷം ഷാവോ വീണ്ടും ഇവൾക്ക് മെസ്സേജ് അയച്ച് നമുക്കൊന്ന് കണ്ടാലോ എന്ന് ചോദിക്കാണ്. അതുകൊണ്ട് തന്നെ ഇവളും ഇപ്പോ ഇയാളുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ ഇയാളാണെങ്കിൽ മുന്നേ ഈ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവള് ചോദിച്ചിരുന്നല്ലോ, അതെല്ലാം സെറ്റാക്കി എടുത്ത് നൽകിയിട്ട് ഈ ഒരു പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ട് എപ്പോഴാ എന്റെ കാര്യം ഹസ്ബൻഡിനോട് പറയാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇയാളോട് ഈ ഒരു കൊളാബറേഷൻ നടക്കില്ല, ഞാൻ ഒരിക്കലും എന്റെ ഹസ്ബൻഡിനോട് ഇത് പറയാൻ പോകുന്നില്ല, കാരണം നിങ്ങൾ ഈ ഒരു കമ്പനി ഇല്ലീഗലായിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്, നിങ്ങൾ ചീറ്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവളോട് അപ്പോ നീ ചെയ്യുന്നതോ, നിന്റെ പാരന്റ്സ് അബ്രോഡ് ആണോ, നീ ഫേക്ക് ആയിട്ടുള്ള 2 പേരെ കൊണ്ടുവന്നിട്ടല്ലേ ഈ ഒരു വിവാഹം തന്നെ നടത്തിയത്, മിസ്റ്റർ ഹോമിങ്ങിന്റെ ഫാമിലിയെ പറ്റിച്ചത് അതൊന്നും അപ്പൊ ചീറ്റിംഗ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഷോക്കായി പോവാണ്. ഇവളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ഇവളുടെ അടുത്തേക്ക് എത്തിയത്. പഴയ ആ ഒരു സത്യസന്ധനായിട്ടുള്ള വ്യക്തിയല്ല ഇയാളിപ്പോ. സോ ഇയാള് ആ കാര്യങ്ങളൊക്കെ ഇവളോട് പറഞ്ഞിട്ട് നിനക്ക് എന്നെ സഹായിക്കുക എന്നല്ലാതെ മറ്റൊരു വഴി നിന്റെ മുന്നിലില്ല, നീ നിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് കള്ളം പറഞ്ഞത്, അതുപോലെ തന്നെ ഞാൻ ഈ കാര്യം ചെയ്യുന്നതും എന്റെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്, എന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, എന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, എനിക്കും ഇതല്ലാതെ വേറെ വഴിയൊന്നും മുന്നിലില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഈ സത്യങ്ങളൊക്കെ ഹോമിങ്ങിനെ അറിയിക്കേണ്ടി വരും, പക്ഷേ നീ ഇപ്പോ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് 2 പേർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇവൾക്ക് എന്താ ഇയാളോട് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഫുള്ള് പെട്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ യോവിനാണെങ്കിൽ ഇവന്റെ സീനിയറിന്റെ അടുത്ത് നിന്ന് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. കാരണം ഇവൻ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ്, അതുകൊണ്ട് തന്നെ റിസ്ക്കും കൂടുതലാണ്. സോ ഇവനോട് കൂടുതൽ ശ്രദ്ധിക്കണം. പേഷ്യന്റിന്റെ ഫാമിലിയൊക്കെ കൺവിൻസ് ചെയ്യുന്നതിലായാലും സർജറി ടൈമിലായാലും കുറച്ചും കൂടി ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, പിഴവൊന്നും സംഭവിക്കാൻ പാടില്ല, നല്ല കെയർഫുൾ ആയിരിക്കണം എന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ഇവനാണെങ്കിൽ കുറച്ച് ടെൻഷനിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് എത്തുമ്പോൾ അതേ സ്ഥലത്ത് തന്നെയാണ് ലിന്നും ഇവളുടെ ഫ്രണ്ട്സുമായിട്ട് എത്തിയിരുന്നത്. സോ ഇവള് പെട്ടെന്ന് അവിടെ യുവിനെ കാണുമ്പോൾ ഇവന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഇവള് അല്ല നീ മദ്യപിക്കുമായിരുന്നോ, എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇവൻ മദ്യപിക്കും, പക്ഷെ എന്റെ ജോലി അതിന് പറ്റിയതല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യില്ലായിരുന്നു, ഇപ്പൊ എന്താ കുടിക്കാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇവളും ഇവനെ കമ്പനി കൊടുക്കുകയാണ്. പക്ഷെ ഇവനാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം അടിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ നടക്കാൻ പോലും ആവാതെ ലാസ്റ്റ് ലിന്നാണ്
ഇവനെ തൂക്കി റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് ഇവന് ബോധമൊന്നുമില്ല. പക്ഷെ ആ ഒരു സമയത്ത് ഇവൾക്കാണെങ്കിൽ ഇവനോട് പ്രത്യേക ഫീലിങ്സ് തോന്നുകയാണ്, ഒന്ന് കിസ് ചെയ്യാനൊക്കെ. പക്ഷെ ഇവന് ബോധമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവള് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഇവനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഇവനും പെട്ടെന്ന് എഴുന്നേറ്റ് ഇവളുടെ അടുത്തേക്ക് വരികയാണ്. ഇവളെ വിചാരിക്കുന്നത് ഒരു കിസ്സിംഗ് ഒക്കെ ആണ്, പക്ഷെ ഇവൻ വൊമിറ്റ് ചെയ്യാനായിട്ടാണ് വരുന്നത്. അതിനുശേഷം നമ്മളെ പിറ്റേന്നാണ് കാണുന്നത്. യു ആണെങ്കിൽ രാവിലെ തന്നെ ലിനിനുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എത്തുന്നത്. പക്ഷെ ഇവള് അത്ര നല്ല മൂഡിലല്ല. സോ ഇവനും ഇവളോടൊപ്പം വന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇവളോട് ഇന്നലെ സംഭവിച്ചു പോയതിനൊക്കെ ക്ഷമ ചോദിക്കുന്നു. അതായത് ഇവൻ വൊമിറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നല്ലോ, ഇവളെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചു. ഇവൻ ഇന്നലെ ഫുള്ള് ബാത്റൂമിൽ കിടന്ന് വൊമിറ്റിംഗ് തന്നെ ആയിരുന്നു. ഇവളായിരുന്നു ഫുള്ള് ഇവനെ ഹെൽപ്പ് ചെയ്തത്. ഇവന് അതെല്ലാം തന്നെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിച്ചതില് ക്ഷമ ചോദിക്കുമ്പോൾ ഇവള് ഇല്ലില്ല, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ കുറച്ച് വെയിറ്റ് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ആ ചുമന്നുകൊണ്ട് നടന്ന് എന്റെ നാട് എടുക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ ഇവനും ക്ഷമ ചോദിക്കുന്നു. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ഇവള് സംഭവിച്ചാലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവനിങ്ങനെ നോക്കാണ്. അപ്പൊ ഇവള് അല്ലല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോ എന്തായാലും വല്ലപ്പോഴും ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നത് ഒരു ആശ്വാസം തരുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് എന്ന് പറയുമ്പോ ഇവനും കുഴപ്പമൊന്നുമില്ലാതെ ഇവളോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നു. അപ്പോ ഇവളോട് നിന്നെ ഷൂയാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇല്ല, എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവനും നീ കോളേജിൽ ചേരാൻ പോകുന്ന കാര്യം ഞാൻ അവളെ അറിയിച്ചായിരുന്നു, അവള് വളരെ ഹാപ്പി ആയിരുന്നു എന്ന് പറയുമ്പോ അല്ല, എന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവനും അതെ, ഷോയാൻ നിന്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നോക്കാൻ വേണ്ടി എന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാ. രണ്ടുപേരും പരസ്പരം കെയർ ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിരുന്ന് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാനുള്ള മനസ്സ് കാണിക്കാറില്ല. എന്തായാലും ഒരു ദിവസം മെസ്സഞ്ചർ ആയിട്ടുള്ള ഞാൻ ഇടയ്ക്കില്ലാതെ നിങ്ങൾ നല്ലതുപോലെ സംസാരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോ ഇവള് അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ എന്ന് പറയാണ്. അതിനുശേഷം ഷോയാനാണെങ്കിൽ ഹോമിങ്ങിന്റെ അമ്മയോടൊപ്പം ഉള്ള സമയത്ത് ഇവരുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു മാ എന്ന് പറയുന്ന ലേഡി ഉണ്ടല്ലോ, അവരാണെങ്കിൽ ഈ ഷാവോയും കൂട്ടി ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഹോമിങ്ങിന്റെ അമ്മയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അയാൾ ഒരു ബിസിനസ് മാൻ ആണല്ലോ. സോ ആ ഒരു ബേസില് ഇത് മിസ്റ്റർ ഷാവോ, പുള്ളി ഒരു ടെക് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിന് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഷോയാൻ ഇയാളെ കണ്ട് നല്ലതുപോലെ ഷോക്ക് ആവുന്നു. പക്ഷേ ഇവർക്ക് അറിയാവുന്ന മൈൻഡ് ഒന്നും കാണിക്കുന്നില്ല. ഇയാളും കാണിക്കുന്നില്ല, ഇവളും കാണിക്കുന്നില്ല. ഇപ്പോ പരിചയപ്പെടുന്ന പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇവൾക്ക് ഇയാൾ ഇങ്ങോട്ട് വന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ അവരങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് നൈസിന് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഇയാളാണെങ്കിൽ ഇവരോട് ഞാൻ റെസ്റ്റ് റൂം യൂസ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് നേരെ ഇവളുടെ പിന്നാലെ വരെയാണ്. എന്നിട്ട് ഇവളോട് ദേ കണ്ടില്ലേ, ഞാനിപ്പോ നിന്റെ വീട് വരെ എത്തിയത്. എനിക്കിനി ഒരുപാട് സമയമൊന്നും വേണ്ട സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ. ഞാൻ ഇപ്പൊ തന്നെ പോയി കാര്യങ്ങളൊക്കെ അവരോട് പറയട്ടെ എന്ന് പറയുമ്പോ ഇവള് പോയി പറഞ്ഞോ, പക്ഷെ നിങ്ങൾ എന്റെ മദർ ഇൻ ലോയെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിനെയും അവരുടെ കയ്യിൽ നിങ്ങൾ എന്തായാലും ചെന്നുപെടും. ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമൊക്കെ മറന്നേക്ക്. ഞാൻ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇയാള് ഞാൻ നിന്നോട് ഒരുപാടൊന്നും നിന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ പറയുന്നില്ല. ഒരു ചെറിയ തുക മതി. അത് പോയാലും അദ്ദേഹത്തെ വലുതായിട്ട് ബാധിക്കാനൊന്നും പോകുന്നില്ല. നിന്നെ പോലെ സുന്ദരിയായിട്ടുള്ള ഒരു വൈഫ് ഉള്ളപ്പോ എന്തായാലും ഇതൊന്നും ഹസ്ബൻഡിനെ ബാധിക്കാതെ കൊണ്ടുപോകാനാവില്ലേ എന്നൊക്കെ ഒരു അണ്ടർ ടോണില് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവള് നിങ്ങൾ എന്തു പറഞ്ഞാലും ഇത് നടക്കില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഇയാള് ഇവളുടെ യഥാർത്ഥ പേര് വിളിച്ചിട്ട് നീ ഹോമിങ് എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. നീ അയാളുടെ പണവും പ്രസക്തിയും ഫാമിലിയും മാത്രമാണ് ആഗ്രഹിച്ച് മോഹിച്ച് എത്തിയത്. നിന്നെ പറ്റിയുള്ള കാര്യങ്ങള് എല്ലാം ഞാൻ പുറത്തു വിട്ടാല് എന്താ സംഭവിക്കാന്ന് അറിയാലോ എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് ദേഷ്യമെന്ന് ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ചൂടുവെള്ളം എടുത്ത് ഇയാളുടെ ദേഹത്തോട്ട് ഒഴിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഇയാളാണെങ്കിൽ ഒരു കൂസലില്ലാതെ സാരമില്ല, ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്തോളാം, പക്ഷെ ഇതിന്റെ പൈസ ഞാൻ എന്തായാലും ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇവളാണെങ്കിൽ ആകെ പെട്ടിരിക്കുകയാണ്. ഇവള് എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ ഇപ്പോ ഈ ഒരു ഷാവോ കണ്ടുപിടിച്ചിരിക്കുകയാണ്. സോ ഇതൊക്കെ ഇനി എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ഇവൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇവൾക്കാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഹോമിങ്ങിനെ ഇയാളുടെ വായിൽ കൊണ്ട് ഇടാനായിട്ട് ഒരു താല്പര്യമില്ല. അറിഞ്ഞുകൊണ്ട് ചതിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യാത്തത്. പക്ഷെ ഇയാള് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പോ ഇയാള് ഹോമിങ്ങിന്റെ അമ്മയുമായിട്ടും കൂടി കണക്ഷൻ ആയിരിക്കുകയാണല്ലോ. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവളാണെങ്കിൽ പുറത്ത് ഹോമിങ്ങിനോടൊപ്പം ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന സമയത്ത് ഷാവോ ആണെങ്കിൽ കറക്റ്റ് അങ്ങോട്ട് എത്തുകയാണ്. എന്നിട്ട് ഇയാള് ഹോമിങ്ങിനെ വന്ന് പരിചയപ്പെട്ട് ഞാൻ ഷോയാന്റെ ഫ്രണ്ടാണ്, ഇവളെ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയാണ്. സത്യത്തിൽ ഇയാള് ഇവളെ ഫോളോ ചെയ്ത് വന്നതാണ്. ഇവളെ അറിഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷെ ഇവൾക്ക് ഇയാളെ അറിയില്ല, പരിചയമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ സോറി, ഞാൻ പറയാൻ മറന്നുപോയതാണ് എന്ന് ഹോമിങ്ങിനോട് പറയുമ്പോൾ ഹോമിങ്ങും ഇയാളെ ക്ഷണിച്ചിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. അത് വളരെ ടെൻഷനിലാണ് ഇവള് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇനി എന്തൊക്കെയാ അയാള് പറയാൻ പോകുന്നുവെന്ന് ഇവൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ അതിനുശേഷം ഷാവോ ഇവരോടൊപ്പം ഇരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിക്കുകയാണ്. അപ്പോ ഹോമിങ് അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം എന്ന് ചോദിക്കുമ്പോൾ ഷോയാൻ വേറെന്തോ പറയാൻ വരുമ്പോ ഇയാളാണെങ്കിൽ ഇടയ്ക്കേറിയിട്ട്
ഷോയാൻ ഈ ഒരു സിറ്റിയിൽ എത്തിയത് മുതൽ എനിക്കറിയാം. ഞാൻ എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിന് മുന്നേ തന്നെ കണ്ടുമുട്ടിയതാണ് എന്ന് പറഞ്ഞ് ഇവര് തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട് എന്ന് പറയാൻ വരുമ്പോ ഷോയാൻ ഞങ്ങള് അന്ന് കണ്ടതാണ്, പക്ഷെ ഞങ്ങൾ പിന്നീട് അധികം ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ ഇയാള് ഞങ്ങള് കാണാറില്ലായിരുന്നു, പക്ഷെ ഫോണിൽ കോൺടാക്ട് ചെയ്യലുണ്ടായിരുന്നു. എനിക്ക് ഇവളുടെ അബ്രോഡുള്ള പാരന്റ്സ് ആയിട്ട് വരെ കോൺടാക്ട് ഉണ്ട്, ഞാൻ അവരെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഇയാള് ഇവളുമായിട്ട് വലിയൊരു കണക്ഷൻ ഉണ്ട് എന്ന് ഹാമിങ്ങിനെ ബോധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഷോയാൻ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇയാളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഹാമിങ്ങിനോട് പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ ഇവൾക്കാണെങ്കിൽ ഇയാളുടെ മുന്നിൽ ഇരിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ മാറി റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല എത്ര ചിന്തിച്ചിട്ടും. പക്ഷെ ഇവള് പുറത്തേക്ക് വരുമ്പോ അവിടെയും ഷാവോ ഇവളെ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ട്. എന്നിട്ട് ഇയാള് ഇവളോട്, ഞാൻ വിചാരിച്ചത് നീ എനിക്ക് വേണ്ടി നിന്റെ ഹസ്ബൻഡിനോട് ഇന്ന് സംസാരിക്കുന്ന, പക്ഷെ നീ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. നമുക്ക് രണ്ടുപേർക്കും ഇതുകൊണ്ട് ഗുണമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ രണ്ടുപേരും ഒരേ വഴിയിൽ തന്നെ സഞ്ചരിക്കുന്നവരല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള്, നമ്മൾ രണ്ടുപേരും എങ്ങനെയാ ഒരേ വഴിയിലാവുന്നത്? ഞാൻ ഒരിക്കലും എന്റെ ഹസ്ബൻഡിനെ ചതിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങളെ അതിന് ഞാൻ അനുവദിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഇയാള്, നിന്റെ വലിയൊരു സത്യം മറച്ചു വെക്കുന്നതിന് എനിക്ക് നീ പ്രത്യുപകാരം ചെയ്യണ്ടേ, അതല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഇവള്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റോ അത് ചെയ്യാനായിട്ട് പറയുന്നു. പക്ഷെ ഇയാൾ അപ്പോഴും ഇവളെ വിടുന്നില്ല. നീ ഓവർ സ്മാർട്ട് ആവണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്താല് നഷ്ടപ്പെടാൻ പോകുന്നത് നിനക്ക് മാത്രമായിരിക്കും. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, എനിക്ക് പേടിക്കാനും ഒന്നുമില്ല. ഇപ്പൊ നിനക്ക് നിന്റെ ഹസ്ബൻഡിന്റെ പൈസ കളയുന്നതാണ് പ്രശ്നമെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ തന്നെ പൈസ നീക്ക്. ഈ ഒരു നൈറ്റ് ഫുള്ള് നിനക്ക് ചിന്തിക്കാനുള്ള സമയമുണ്ട്, അല്ലാത്ത പക്ഷെ നാളെ എന്താ സംഭവിക്കാന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഇവൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അത്രയും വലിയ തുകയൊക്കെ ഇവളുടെ കയ്യിൽ പെട്ടെന്ന് എടുക്കാനൊന്നും ഇല്ല. സോ ഇയാളാണെങ്കിൽ ഇവൾക്കുള്ള സമയം കൊടുത്ത് ഇവളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ഹോമിംഗ് ആണെങ്കിൽ കമ്പനിയിൽ എത്തി അവന്റെ അസിസ്റ്റന്റിനോട് ഈ ഷാവോയെ പറ്റി അന്വേഷിക്കാനായിട്ട് പറയാണ്. അതിനുശേഷം അന്ന് നൈറ്റ് ഷോയാനെ ഷാവോ വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഷോയാൻ അപ്പോഴും അയാളോട് ഞാൻ എന്തായാലും നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ പറഞ്ഞ് അയാളെ റിജക്ട് ചെയ്യുകയാണ്. അപ്പോ ഇവളെ കോൾ ചെയ്യുന്നത് കണ്ട് ഹോമിംഗ് മുകളിൽ നിന്ന്, ആരോട് നീ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. എന്ന് ഇവള് വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് എന്ന് പറഞ്ഞ് അത് നൈസിന് ഒഴിവാക്കുകയാണ്. അപ്പൊ ഹാമിങ് ആണെങ്കിൽ താഴേക്ക് വന്ന് ഇവളുടെ അടുത്ത് വന്ന് ഇവളോട്, നീ ഇപ്പൊ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്, നിന്റെ ജോലി കൂടുന്നതുകൊണ്ടായിരിക്കും, നീ ഇപ്പൊ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്, നീ നല്ല ടയർഡാണ് എന്നൊക്കെ പറഞ്ഞ് ഇവര് സംസാരിക്കുമ്പോൾ പോലും ഷാവോ ഇവളെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ നൈസിന് ആ ഒരു ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഹോമിങ്ങിനോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നു. ഇയാൾക്കാണെങ്കിൽ അവളെ വിളിച്ചിട്ട് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ നല്ല ദേഷ്യം കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ ഇവളുടെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഇയാൾ ഇവളെ ചെന്ന് പിടിച്ചിട്ട്, നീ എന്താണ് ഈ കാണിക്കുന്നത്, നീ എന്തിനാ ഫോൺ ഓഫ് ചെയ്തത്, എന്തുകൊണ്ടും നീ എനിക്കൊരു മറുപടി തരുന്നില്ല, എന്റെ കമ്പനിയിലെ ആളുകൾക്ക് എനിക്ക് ശമ്പളം കൊടുക്കാൻ സാധിച്ചിട്ടില്ല, എന്റെ കയ്യിൽ ഒരു പൈസ എടുക്കാനില്ല, പലരും എന്റെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് പൈസ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഇവളെ ബലമായിട്ട് ഇയാളെ പിടിച്ചു വെച്ചേക്കാണ്. ഇവൾ എത്ര ശ്രമിച്ചിട്ടും ഇയാള് ഇവളെ വിടുന്നില്ല. പക്ഷെ കറക്റ്റ് സമയത്ത് എവിടെ നിന്നോ ലിന്നാണെങ്കിൽ ഓടിക്കൊണ്ടുവന്ന് ഇയാളെ പിടിച്ച് മാറ്റിയിട്ട്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, നിങ്ങൾ എവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞ് ഇവള് പോലീസിനെ ഡയൽ ചെയ്യുമ്പോ ഇയാളാണെങ്കിൽ പേടിച്ച് ഷോയാനോട് ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ലിന്നാണെങ്കിൽ ഇവളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. കറക്റ്റ് സമയത്ത് അവൾ എത്തിയത് കൊണ്ട് തന്നെ ഷോയാൻ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ പുറത്തു വന്നിട്ട് ലിൻ ഇവളോട്, അല്ല അയാൾ ആരാ, എന്തിനാ നിന്നോട് അങ്ങനെ പെരുമാറിയത്, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഇവള്, ഒന്നുമില്ല, അത് ഒരു ചെറിയ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ, ചെറിയ പ്രശ്നോ, ഇതോ, എനിക്ക് അങ്ങനെ തോന്നിയില്ല, എന്നിട്ടാണ് അയാൾ അങ്ങനെ പെരുമാറിയത്, നിനക്ക് ഇപ്പോഴും തുറന്നു പറയാനുള്ള മനസ്സില്ല അല്ലേ, ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള പുറപ്പാടിലാണോ, എനിക്കെന്തോ ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല, ഞാൻ എന്തായാലും നിന്നെ നിർബന്ധിക്കുന്നില്ല, നീ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്, പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നീ എന്നോട് പറ എന്ന് പറയുമ്പോൾ ഷോയാനും ഇവളോട് ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്, ദേഷ്യത്തിലൊന്നും ഒരു കുറവില്ല എന്ന് പറഞ്ഞിട്ട് താങ്ക്സ് പറയാണ്. അപ്പൊ ലിൻ, ഞാനിങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യത്തിനാ, നീ ഞാൻ പഠിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, പക്ഷെ നീ എന്നോട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല, എന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഫുൾ അടച്ചു, അതെന്താ നീ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിച്ചിട്ട് ഷോയാനുള്ള ഒരു സ്നേഹ സമ്മാനമായിട്ട് ഒരു മേക്കപ്പിന്റെ ബോക്സ് ഇവളെ ഗിഫ്റ്റ് കൊടുത്തിട്ട് നന്ദി പറയാണ് അതിനുവേണ്ടി. അത് മാത്രമല്ല ഷോയാൻ അന്ന് ഷെനിന്റെ കാര്യത്തിൽ ഇടപെട്ട സമയത്ത് ലിന്നിവളോട് കുറച്ച് ഹാർഷായിട്ടാണല്ലോ സംസാരിച്ചത്, അന്ന് അങ്ങനെ സംസാരിക്കേണ്ടി വന്നതിലും ക്ഷമ ചോദിക്കുന്നു. അപ്പൊ ഷോയാനും താനും അന്ന് കുറച്ച് ഓവറായിട്ടാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞ് ഇവളോടും ക്ഷമ ചോദിക്കുകയാണ്. അവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഇപ്പോ കുറഞ്ഞു വരികയാണ്. അതിനുശേഷം ഇവളാണെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവളുടെ പാരന്റ്സ് ഇവളെ വിളിച്ചിട്ട് ഈ ഒരു സിറ്റിയിലുള്ള ഒരു ഹോട്ടലിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇവളോട് എത്രയും പെട്ടെന്ന് വരാനായിട്ട് പറയാണ്. ഇവരെന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ ഇവളും ആ ഒരു ലൊക്കേഷനിലോട്ട് എത്തുന്നു. ആ ഒരു സമയത്ത് ഇവളുടെ പാരന്റ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മറ്റാരുമല്ല, ഈ ഷാവോയാണ്. അയാളും ഇവരോടൊപ്പം തന്നെയുണ്ട്. ഇയാളാണെങ്കിൽ ഇവളുടെ പാരന്റ്സിനോട് ഇവളെ കല്യാണവും കാര്യങ്ങളൊക്കെ നടത്തിയത് ഫേക്ക് ആയിട്ടുള്ള പാരന്റ്സിനെ വെച്ചിട്ടാണ്, അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഹോമിങ്ങിന്റെ ഫാമിലിയിൽ ഇവളെ കയറി പറ്റിയത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. ഇവർക്ക് ആ ഒരു കാര്യം അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഉള്ളത്. അപ്പൊ ഇയാള് ഷോയാനോട്, ഷോയാൻ
സംസാരിച്ച തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. നീ വളരെ നല്ല കുട്ടി തന്നെയാ, എനിക്കറിയാം. അതുകൊണ്ട് നീ നിന്റെ പാരന്റ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ പറഞ്ഞ് സംസാരിച്ച് തീർക്ക്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇയാള് ഇവളുടെ പാരന്റ്സിനോട് നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാം, ഞാൻ പൈസയും കാര്യങ്ങളൊക്കെ പേ ചെയ്തോളാം എന്ന് പറഞ്ഞ് വളരെ മാന്യനായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ ഇയാള് ഇവിടെയും ഇവൾക്ക് പണി കൊടുത്തതാണ്. ഇവളുടെ പാരന്റ്സ് ആണെങ്കിൽ ഇവളോട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാണ്. നിന്നെ ഞങ്ങളെ ഇങ്ങനെയാണോ വളർത്തിയത്? ഇത്രയും വലിയ കള്ളം പറഞ്ഞാണോ നീ നിന്റെ വിവാഹം നടത്തിയത്? ഇപ്പൊ തന്നെ ഞാൻ ഹോമിങ്ങിന്റെ ഫാമിലിയോട് പോയി എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോവാണ് എന്ന് പറയുമ്പോ അമ്മ ഇയാളെ തടഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? നമ്മുടെ മോക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് അവളിപ്പോ ഒരു കുടുംബത്തിലെ മരുമകളാണ്, അവളുടെ ജീവിതം നമ്മളായിട്ട് തകർക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോ ഇയാൾ ഭയങ്കര ദേഷ്യത്തില് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവളോട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ഇവള് നിങ്ങൾ കൂടുതൽ അഭിനയിക്കേണ്ട, നിങ്ങള് എനിക്ക് ആവശ്യമായിട്ടുള്ള ഒന്നും നൽകിയിട്ടില്ല, പാരന്റ്സ് ആണെന്ന പേര് മാത്രമേ നിങ്ങൾക്കുള്ളൂ, ഞാൻ തന്നെയാണ് എന്റെ കാര്യങ്ങളെ എല്ലാം നോക്കിയത്, ആരും എന്റെ കാര്യങ്ങൾ നോക്കാനോ ഇടപെടാനോ ഉണ്ടായിട്ടില്ല. കഷ്ടപ്പെട്ട് പഠിച്ചതും കഷ്ടപ്പെട്ടിട്ട് ജോലി വാങ്ങിയതും ഇപ്പൊ ഒരു കല്യാണം കഴിച്ചതും എല്ലാം ഞാൻ എന്റെ കഴിവുകൊണ്ട് തന്നെയാണ്. നിങ്ങളിപ്പോ എന്റെ കാര്യത്തിൽ ഈ കെയർ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എനിക്ക് ഈ ഒരു ലൈഫ് കിട്ടിയതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലാഞ്ഞിട്ടാണോ? ഈ ഒരു ലൈഫ് എനിക്കല്ല നിങ്ങളുടെ മൂത്ത മകൾക്കാണ് കിട്ടേണ്ടിയിരുന്നതെന്ന് തോന്നിയോ? അതും അല്ലെങ്കിൽ ഈ പേരും പറഞ്ഞ് എന്നെ വരട്ടി പൈസ മേടിച്ചെടുക്കാനാണോ? ആണെങ്കിൽ പറഞ്ഞേക്ക്, എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാം എന്നൊക്കെ പറയുമ്പോ ഇവർക്ക് രണ്ടുപേർക്കും അത് ഭയങ്കരമായിട്ട് ഫീൽ ആവുകയാണ്. അതുകൊണ്ട് തന്നെ നീ ഞങ്ങളെ കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്? നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്? ഇനി എന്തായാലും ഞങ്ങൾ നിന്റെ ലൈഫിലോട്ട് ഇടപെടാൻ വരുന്നില്ല. ഇനി ഞാനും നീ തമ്മിൽ ഒരു അച്ഛൻ മകൾ ബന്ധം ഒരിക്കലും ഉണ്ടായിരിക്കില്ല, നീ എന്റെ കുടുംബത്തിലെ മെമ്പറും ആയിരിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവര് പോകുന്നത് ഇവളും വളരെ സങ്കടത്തിൽ തന്നെയാണ് നോക്കുന്നത്. ഇവള് പറഞ്ഞു പോയത് ഓർത്ത് ഇവൾക്കും നല്ല ഫീൽ ആവുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ അവരെ ഇവൾക്ക് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം ഇവളെ ഒന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് രണ്ടുപേരും ഇവളെ മനസ്സിലാക്കുന്ന വ്യക്തികളൊന്നും അല്ലല്ലോ. അതിനുശേഷം ഹോമിങ് ആണെങ്കിൽ ഇവന്റെ ആ ഒരു പ്ലാന്റ് ഷോപ്പിലാണ് ഉള്ളത്. ആ ഒരു സമയത്ത് ഇവന്റെ അസിസ്റ്റന്റ് ഇവനെ വിളിച്ചിട്ട് മാഡം നിങ്ങൾ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു കാർ വിറ്റു എന്ന് പറയുകയാണ്. അതിനുശേഷം ഷോയാനാണെങ്കിൽ ആ ഒരു പൈസയും ആയിട്ട് ഇയാളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇയാളോട് ഞാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൈസ തന്നിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഇയാൾക്ക് ഇവള് ഇപ്പൊ കൊടുത്ത ആ ഒരു പൈസ മാത്രം പോരാ, ഇനിയും വേണം. ഇയാളുടെ കമ്പനിക്ക് ഡെയിലി ഒരുപാട് ചെലവാണ്, അതുകൊണ്ട് ഈ പൈസ കൊണ്ട് ആവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവൾക്ക് ദേഷ്യം വന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും തരുന്ന പൈസ ആയിരിക്കും ഇത്, ഇതെടുത്തിട്ട് ദയവേത് എന്റെ പിന്നാലെ ഇനി നടക്കരുത്, എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനാവില്ല, ഇനി നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തി കഴിഞ്ഞാല് ഞാൻ എന്തായാലും പോലീസിനെ അറിയിക്കും എന്ന് പറയുമ്പോ ഇയാളാണെങ്കിൽ ഇവളെ പിടിച്ചിട്ട് ഞാൻ ജയിലിൽ പോകുന്നുണ്ടെങ്കിൽ നീയും എന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇവളെ തള്ളുമ്പോ ഇവളാണെങ്കിൽ നല്ല ദേഷ്യം വന്ന ബാഗ് കൊണ്ട് ഇയാൾക്ക് നല്ലതൊരെണ്ണം മുഖത്ത് കൊടുക്കാണ്. അപ്പോഴും ഇയാളാണെങ്കിൽ ഒരു കുസലും ഇല്ലാതെ ഒരടിക്ക് 10 മില്യൺ, അത് ഞാൻ നിന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചോളാം, നിനക്ക് സമ്മതാണെങ്കിൽ അടുത്ത സൈഡിലും അടിച്ചോ എന്ന് പറഞ്ഞ് അടുത്ത കാരണം കാണിച്ചു കൊടുക്കാണ്. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് ഇയാളെ ഹോമിങ് ഇങ്ങോട്ട് വിളിക്കാണ്. എപ്പോഴാ ഫ്രീ ആയിട്ടുള്ളത്, ഗോൾഫ് ഗെയിം കളിക്കാനായിട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോ ഇയാളും സമ്മതിക്കാണ്. അവനും ടൈമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഫോൺ വെക്കുന്നു. അപ്പൊ ഇവള് എന്റെ ഹസ്ബൻഡിനെ ഹേർട്ട് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടൊന്നും വിചാരിക്കണ്ട, നിനക്ക് എന്നെ തകർക്കല്ലേ വേണ്ടത്, ആയിക്കോ എന്താന്ന് വെച്ചാ നീ ചെയ്തോ എന്ന് പറയുമ്പോ ഇയാളും ദേഷ്യം വന്ന് വീണ്ടും ഹോമിങ്ങിനെ വിളിച്ചിട്ട് സർ ഒരു കാര്യം പറയാൻ മറന്നു, നിങ്ങളുടെ വൈഫ് എന്റെ കൂടെ തന്നെ ഉള്ളത്, ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് എത്തിയേക്കാം, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ്. അതിനുശേഷം ഇവളോടൊപ്പം തന്നെയാണ് ഇയാൾ ഹോമിങ്ങിനെ കാണാനായിട്ട് എത്തുന്നത്. എന്നിട്ട് അയാളുടെ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവനോട് പറയുന്നു. അപ്പോ ഹോമിങ് ജിന്ദ ഗ്രൂപ്പ് ഇതുവരെ മെഡിക്കൽ ഫീൽഡിലോട്ട് കാലെടുത്ത് വെച്ചിട്ടില്ല, എന്തായാലും ഈ ഒരു പ്രപ്പോസൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇയാള് 100 മില്യൺ ആണ് സർ, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി 50 മില്യൺ ആക്കി തരാം, 20% വരെ നല്ലൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയുന്നു. അതെല്ലാം തന്നെ ഇവളും കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇയാളുടെ പ്രോജക്റ്റിന്റെ ഫുള്ള് കാര്യങ്ങൾ ഇവനോട് സംസാരിച്ചിട്ട് ഇവന്റെ ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ ഹോമിങ് എനിക്ക് എന്തായാലും നിങ്ങൾ തന്ന ആ ഒരു പിക്ചർ ഇഷ്ടപ്പെട്ടു, നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്റെ സെക്രട്ടറി നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും എന്ന് പറയുമ്പോ അയാളും വളരെ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ ഷോയാൻ ഒട്ടും ഹാപ്പി അല്ല. അതുകൊണ്ട് തന്നെ ഹാമിങ് ഇവളോട് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ഇവള് ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ്, പക്ഷെ അധികം അടുത്ത ഫ്രണ്ട്സ് ഒന്നും അല്ല, നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ എന്തായാലും പരിചയമില്ല, അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്ന് പറയുമ്പോ ഇവനും അതോർത്ത് നീ വറീഡാവണ്ട, ഞാനത് നോക്കിയും കണ്ട് മാത്രമേ ചെയ്യൂ, എന്നെ നീ വിശ്വസിക്ക് എന്ന് പറയുമ്പോ ഇവൾക്കും സമാധാനം ആവുകയാണ്. എന്തായാലും ഇവള് ഒരു മുന്നറിയിപ്പ് അവന് കൊടുത്തു കഴിഞ്ഞല്ലോ. പക്ഷെ അതിനുശേഷം ഈ ഷാവോ ആണെങ്കിൽ ഹോമിങ്ങിന്റെ അസിസ്റ്റന്റിനെ കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പൈസയുടെ കാര്യം അറിയാൻ വേണ്ടി. അപ്പൊ അസിസ്റ്റന്റ് അത് ഹോമിങ്ങിനെ അറിയിക്കുമ്പോ ഇവൻ ധൃതിയൊന്നുമില്ല, അയാള് വെയിറ്റ് ചെയ്യട്ടെ എന്ന് പറയുന്നു. സോ ഹോമിങ് ഒരു മറുപടി പറയാത്തത് കൊണ്ട് തന്നെ ഇയാള് ഫുള്ള് വട്ടുപിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ വീണ്ടും വീണ്ടും കിടന്ന് അവനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ അസിസ്റ്റന്റ് ആണെങ്കിൽ ഹോമിങ്ങിന്റെ അടുത്ത് വന്ന് ഇയാളെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോ ഹോമിങ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അസിസ്റ്റന്റിനോട് അയാളോട് പറയാനായിട്ട് പറയാണ്.
അങ്ങനെ അസിസ്റ്റന്റും സ്പീക്കറിൽ ഫോൺ ഇട്ടിട്ട് ഷാവോയോട് നിങ്ങൾ പറഞ്ഞതിലും തുക ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാർ തയ്യാറാണ്, പക്ഷെ 6% കൂടുതൽ ഇൻവെസ്റ്റ് കിട്ടണം. അത് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇയാളും ഓക്കെ ആണ് എന്ന് പറയുന്നു. ഇയാൾക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ. അപ്പോ അസിസ്റ്റന്റ് സാർ എന്തായാലും നിങ്ങളുടെ പൊട്ടൻഷ്യൽ നോക്കിയിട്ട് മാത്രമേ പൈസ ഇൻവെസ്റ്റ് ചെയ്യൂ. സാറിന്റെ പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റൊരു ഏജന്റ് വഴിയായിരിക്കും പൈസ കൈമാറുന്നത്. ജിന്ദ ഗ്രൂപ്പിൽ നിന്ന് പൈസ എടുക്കണമെങ്കിൽ അത് ബോർഡ് മെമ്പേഴ്സിന് അനുവാദം വേണം. അതുകൊണ്ട് സാർ പേഴ്സണലായിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ആ ഒരു ഏജന്റ് നിങ്ങളെ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യും. മുഴുവൻ പൈസയും 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. ഈ ഒരു കാര്യം മറ്റാരും അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇയാളും വളരെ താങ്ക്സ് പറയാണ്. ഇയാളും അത് ഡീല് പറയുന്നു. എങ്ങനെയായാലും ഇയാൾക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ. ആ പൈസ എന്തായാലും ഇയാൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ആ ഒരു കോൺഫിഡൻസ് ഇയാൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ പൈസ കിട്ടിയാൽ മതി, അത് തിരിച്ചെടുക്കുന്ന കാര്യം പിന്നീടാണല്ലോ. അതിനുശേഷം നമ്മൾ 4 മാസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ആ ദിവസത്തിന് ശേഷം പിന്നീട്, അതായത് ഹോമിങ് ഇയാളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷം ഷാവോ ഇവളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അയാൾക്ക് എന്ത് പറ്റി, അയാൾ എന്താ മെസ്സേജ് കാര്യങ്ങൾ അയക്കാത്തത് എന്നൊക്കെ ഇവൾ ചിന്തിക്കുന്നുണ്ട്. ഇവൾക്ക് അറിയില്ല അതിനെപ്പറ്റി ഒന്നും. ഇവളായിട്ട് ഒന്നും ഹാമിങ്ങിനോട് ചോദിക്കാനും പോയിട്ടില്ല. അതിനുശേഷം അന്ന് നൈറ്റ് ആണെങ്കിൽ ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഹോമിങ് ആണെങ്കിൽ ഇവൾക്ക് ഒരു ന്യൂസ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാണ്. മിസ്റ്റർ ഷാവോ അറസ്റ്റിലായി എന്ന് പറഞ്ഞിട്ട്. അത് കണ്ട് ഇവള് ഷോക്കാവുന്നു. ഇതെപ്പോഴാ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഹാമിങ് ഞാനും ഈ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നു. ഇവളും ആ ഒരു ന്യൂസ് നോക്കുന്ന സമയത്ത് അയാള് ഫിനാൻഷ്യൽ ഫ്രോഡ് കാണിച്ചതിനാണ് അറസ്റ്റിലായിരിക്കുന്നത്. എന്തായാലും ഇനി കുറച്ച് അധികം നാള് തന്നെ ജയിലിൽ കിടക്കാം. ഇവൾക്കും അത് കണ്ട് ഒരുപാട് സന്തോഷമാണ്. അപ്പോ ഇവളെ ഹോമിങ്ങിനോട് അല്ല, നിങ്ങൾ അയാളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് ഇല്ല, ഞാൻ മുന്നേ തന്നെ അറിഞ്ഞത് ഇയാളൊരു ഗാംബ്ലിംഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. അതുകൊണ്ട് ഒരുപാട് നാടുകൾക്ക് മുന്നേ ഞാൻ ഇയാളുമായിട്ടുള്ള കോൺടാക്ട് അവസാനിപ്പിച്ചതാണ്. എന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ മറ്റ് ഏജന്റുമാരാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഞങ്ങൾ തമ്മിൽ നേരിട്ട് ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല. എന്റെ പൈസയും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷമാണ്. ഇവളും അപ്പൊ നല്ല കാര്യം എന്ന് പറയുമ്പോ ഹോമിങ് അല്ല, നീ എന്തിനാ നിന്റെ കാറ് വിറ്റത് എന്ന കാര്യം ചോദിക്കാണ്. ഇവൾക്കാണെങ്കിൽ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ ഒരു മറുപടിയും പറയാനാവുന്നില്ല. പക്ഷെ കുറച്ചു സമയം ആലോചിച്ചിട്ട്, നമ്മള് മുന്നേ തന്നെ കണ്ടിരുന്നല്ലോ ഹോമിങ്ങിന്റെ അമ്മയുടെ ഫ്രണ്ട് ആയിട്ടുള്ള മാ എന്നൊരു ലേഡി ഈ ഷാവോയുമായിട്ട് പരിചയമുള്ളത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിൽ ഞാനും ഇൻവെസ്റ്റ് ചെയ്തതാണ്. എന്റെ കയ്യിൽ വേറെ പൈസ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോ ഹാമിങ് അവരൊന്നും റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടല്ല ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നീ എന്തായാലും പൈസ എന്നോട് തന്നെ ചോദിക്കണം. കാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിനുവേണ്ടി വിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഇവളോട് പറയുമ്പോൾ ഇവളും ഓക്കെ പറയാണ്. അതിനുശേഷം ഇവളെ പിറ്റേന്നാണെങ്കിൽ ലിനിനെ വന്ന് കണ്ട് ഷാവോ അറസ്റ്റിലായ കാര്യം പറയാണ്. അപ്പോൾ ലിന്നും അത് കേട്ട് ഷോക്കായി. ഇതെങ്ങനെ പെട്ടെന്ന് സംഭവിച്ചത്? അയാൾ അങ്ങനെ പിടിക്കപ്പെടുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവള് അതിനെപ്പറ്റി എനിക്കും അറിയില്ല, എന്തായാലും എന്നെ ആരോ രക്ഷപ്പെടുത്തുന്ന പോലെയാ എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോ ലിൻ എന്തായാലും വിട്ടേക്ക്, ആ ഒരു അധ്യായം കഴിഞ്ഞല്ലോ. ചിലപ്പോ നിന്റെ ഭാഗ്യം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി നിനക്ക് പേടിക്കാതെ ജീവിക്കാലോ. പക്ഷെ ഇപ്പോഴും ഞാൻ നിന്നോട് പറയുന്നത് ആ സത്യങ്ങളൊക്കെ നീ എന്തായാലും ഹോമിങ്ങിനോട് തുറന്നു പറയണം എന്ന് തന്നെയാണ്. ഇപ്പോഴും സമയം വൈകിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോ ഇവള് ഞാനും അത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല സമയം നോക്കാണ്, എനിക്കും അത് തുറന്നു പറയണം എന്ന് പറയുന്നു. അങ്ങനെ ഇവര് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പുറത്തോടെ യു പോകുന്നത് ലിൻ ശ്രദ്ധിക്കാണ്. ഇവളാണെങ്കിൽ ഉടനെ പോയി അവനെ വിളിച്ചിട്ട് ഇവരോടൊപ്പം ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുവരുന്നു. ഇവളെ കുറച്ച് സമയം അവനോടൊപ്പം സ്പെൻഡ് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് അവനെ വിളിച്ചോണ്ട് വരുന്നത്. പക്ഷെ യു ആണെങ്കിൽ വന്നിരുന്ന് ഷൂയാനോട് മാത്രമാണ് സംസാരിക്കുന്നത്. ഇവളുടെ ടിവിയിലെ ആ ഒരു ന്യൂസ് പ്രോഗ്രാം വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. അതിൽ ഇവളെ കാണാൻ നല്ല ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാണെങ്കിൽ അപ്പോഴും കുറച്ചൊക്കെ ഇവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇവന് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വരെ വെച്ചു കൊടുക്കുന്നു. പക്ഷെ ഇവനാണെങ്കിൽ ഇവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവര് തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തുമ്പോ യു ആണെങ്കിൽ ഇന്നത്തെ ഫുഡൊക്കെ വളരെ നന്നായിരുന്നു എന്ന് പറയുമ്പോഴും ഇവള് ഒന്നും മിണ്ടാതെ പോകാൻ തുടങ്ങുമ്പോ ഇവൻ അല്ല, നീ എന്താ ഒന്നും മിണ്ടാത്തത്, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ഇവള് വയറ് നിറച്ച് ഫുഡ് കഴിച്ചതല്ലേ, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. ഇവനൊന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഷോയാനാണെങ്കിൽ ഓരോന്നൊക്കെ ആലോചിച്ചു വരുന്ന സമയത്ത് ഇവള് ടേബിളിൽ നോക്കുമ്പോ പുതിയൊരു കാറിന്റെ കീ ടേബിളിൽ കാണുകയാണ്. ഹോമിങ് ഇവൾക്ക് വേണ്ടി പുതിയൊരു കാറ് വാങ്ങിച്ചു എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഇവന്റെ അടുത്തേക്ക് ചെന്ന് ബിസിയാണോ എന്ന് ചോദിക്കുമ്പോ ഇവൻ എന്ത് പറ്റിയെന്ന് ഇവളോട് ചോദിക്കുന്നു. അപ്പൊ ഇവള് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, എന്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവള് പറഞ്ഞത് അവള് കല്യാണത്തിന് മുന്നേ അവളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് വലിയൊരു സത്യം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അവൾക്ക് ആ ഒരു സത്യം തുറന്ന് പറയണം എന്നാണ് പറയുമ്പോ ഹോമിങ് ഇവളോട് എന്തിനാ അവൾ ആ ഒരു സത്യം മറച്ചു വെച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഷോയാൻ അവളുടെ റിലേഷൻഷിപ്പ് ആ ഒരു സത്യം കാരണം ഇല്ലാതാകുമെന്ന് പേടിച്ച്, ആ ഒരു വ്യക്തിയെ അവൾക്ക് നഷ്ടപ്പെടുമെന്ന് പേടിച്ചാണ് എന്ന് പറയുമ്പോ ഹോമിങ് അല്ല, ഇപ്പൊ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഹോമിങ് അപ്പൊ പിന്നെ ഈസി അല്ലേ, ആ ഒരു സത്യം എന്നേക്കുമായിട്ട് മറച്ചു വെക്കുന്നത് തന്നെയല്ലേ നല്ലത് എന്ന് പറയുമ്പോ ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവള് പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ എന്ന് പറയാൻ വരുമ്പോ ഇവൻ
ഒരു ഡൗട്ടും വേണ്ട. നീ നിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞേക്ക്, നല്ലതുപോലെ പോകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ ചിലപ്പോ ഈ ഒരൊറ്റ സത്യം പറയുന്നത് കൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടും. പഴയതുപോലെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും തിരിച്ചു വരില്ല. ചിലപ്പോഴൊക്കെ ചില സത്യങ്ങള് നമ്മൾ മറച്ചു വെക്കുന്നത് തന്നെയാണ് പല ബന്ധങ്ങൾക്കും നല്ലത്. ഇപ്പൊ നീ ചെയ്യേണ്ടത് പലവരുടെയും കാര്യം ഓർത്ത് തലപോയിക്കണ്ട. നീ എന്നെ കുറിച്ച് ചിന്തിക്ക്. ഇവരെ കണ്ടില്ലേ, ജിയാങ് ഫാമിലിയിലെ ബ്രദറും സിസ്റ്ററും ആണ്. ഇവര് രണ്ടുപേരും ചൈനയിലേക്ക് തിരിച്ചു വരികയാണ്. ജിന്ദ ഗ്രൂപ്പിന്റെ റിസപ്ഷനിലേക്ക് ഞാൻ ഇവരെ രണ്ടുപേരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് നീ എന്നെ എന്തായാലും ഇതിനു വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഈ ഒരു ലേഡിയെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യണം എന്ന് പറയുമ്പോ ഇവള് ഓക്കെ പറയാണ്. എന്നിട്ട് ഇവൻ ഇവരുടെ രണ്ടുപേരുടെയും പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം പറ്റുന്നാണെങ്കിൽ ഇവൻ ആ ഒരു റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവനെ മറ്റേ ഹോങ് ഉണ്ടല്ലോ, ആ ഒരു ആള് വിളിച്ചിട്ട് ഇവര് ചെയ്യാനിരിക്കുന്ന പുതിയ പ്രോജക്റ്റിലേക്ക് ഇവന്റെ അച്ഛന്റെ ഹെൽപ്പ് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് തന്നെ ഈ വരുന്ന സിസ്റ്ററും ബ്രദറും ഉണ്ടല്ലോ, അവരുടെ രണ്ടുപേരുടെയും ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയെങ്കിലും പിടിച്ചെടുത്തേ പറ്റൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഒരുപാട് നഷ്ടം വരും. അവര് വേറെ ഒരു കമ്പനിയിലും പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു ചെറിയ പിഴവ് മതി അവര് നമ്മളെ റിജക്ട് ചെയ്യാൻ. അവർക്ക് ഒരാളെ ഇഷ്ടപ്പെടാനും ഒരുപാട് സമയം വേണം. അവര് രണ്ടുപേരും അധികം ആരുമായിട്ടും ക്ലോസ് ആവുന്നവരല്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഹോമിങ്ങും ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വരിയിൽ കാണാം.